ഈ കളക്ടർ തസ്തികയിൽ നിന്ന് ഹയർ സെക്കൻഡറിയിലേക്ക് മാറുമ്പോൾ കൺസൾട്ട് ചെയ്തിരുന്നു? ഇല്ല 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 ഇല്ല. അങ്ങനൊന്നുമില്ല. നമ്മൾ ഡൽഹിയിലേക്ക് അതിന് മാത്രമുള്ള മഹാനൊന്നുമല്ലല്ലോ. അതൊക്കെ ചിലർക്ക് മാത്രമുള്ള പ്രിവിലേജുകളാണ്. ചോദിച്ച് അവരുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള പോസ്റ്റിങ്ങും അതൊക്കെ. നമുക്കൊന്നും അങ്ങനെയൊന്നും. അപ്പോൾ ഡൽഹിയിലെ അവസരം നഷ്ടപ്പെട്ടതിന് വിഷമം അനുഭവിച്ചു അന്നേരം? ആം, ഇല്ല ഞാൻ പറയുന്നത് വെച്ചാൽ ഡൽഹിയിൽ അത് പോയിരുന്നെങ്കിൽ നല്ലൊരു അനുഭവം ആയേനെ. പക്ഷേ ഓരോന്നും ഓരോ സമയത്തല്ലേ. ഇതും നല്ലത്. കാരണം അതുകൊണ്ട് എനിക്ക് മൂവി എക്സ്പോഷറോ അതോ ഇതൊക്കെ കിട്ടിയല്ലോ. ഇപ്പം ഞാൻ പറഞ്ഞപ്പോൾ ഒരു 1.5 കൊല്ലത്തോളമായിട്ട് സർവീസിന് പുറത്താണ്. അതെ അതെ ഇപ്പോൾ അപ്പോൾ എവിടെയാണ് നിങ്ങൾ ഇത്ര അടുപ്പമുണ്ടായിരുന്നത്? എവിടെയാണ് ഭിന്നത? പറയാൻ ബുദ്ധിമുട്ടില്ലെങ്കിൽ എങ്ങനെയാണ് മുഖ്യമന്ത്രിയുമായിട്ട് എന്തെങ്കിലും ഭിന്നത ഉണ്ടാവുന്നത്? എങ്ങനെയാണ്? ആം, എനിക്ക് തോന്നുന്നത് വളരെ എൻ്റെ ഒരു രീതിയുണ്ട്, പെരുമാറ്റ രീതിയുണ്ട്. അത് നിങ്ങൾക്കും അറിയാലോ. നമ്മളൊരു ഒരു ഡിഗ്നിഫൈഡ് ആയിട്ടുള്ള മാന്യമായിട്ടുള്ള ഒരു രീതിയിൽ എന്നെ കൊണ്ട് പെരുമാറാൻ സാധിക്കുള്ളൂ. എനിക്കൊരു പരിധിക്കപ്പുറം എന്താ പറയുക, ഓച്ചാനിക്കാനോ കാല് പിടിക്കാനോ ആരുടെ എടുത്തു? ആരുടെ അടുത്തും അത് ചെവി അടിക്കാനോ അതിനൊന്നും ഞാൻ പോലെ. ഏത് പാർട്ടി ആര് ഭരിച്ചാലും ഏത് ഭരണത്തിൽ ആരാണെങ്കിൽ ഞാൻ ഡിസ്റെസ്പെക്റ്റ് അല്ല. നമ്മൾ മനുഷ്യരാണ്. മനുഷ്യരെ പോലെ ട്രീറ്റ് ചെയ്യണം. അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളാരും കുറഞ്ഞതോ കൂടിയതോ ഒന്നും അല്ലല്ലോ. മാന്യമായിട്ട് സൗമ്യമായിട്ട് പെരുമാറുക. അത്യാവശ്യം ഒരു ഹ്യൂമർ സെൻസോടുകൂടെ കാര്യങ്ങൾ മുമ്പോട്ട് പോകണം. ഒന്നും വളരെ സീരിയസ് ആയി എടുക്കേണ്ട കാര്യമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ദാറ്റ് ഈസ് ഹൗ ഐ ട്രീറ്റ് ലൈഫ്. പക്ഷേ എനിക്ക് തോന്നുന്നത് കോഴിക്കോട് ഇരിക്കുന്ന ആ ഒരു പീരീഡിൽ ഇപ്പോൾ ഒരു അത്രയും നാൾ വളരെ കോണ്ടാക്റ്റ് ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് അന്നത്തെ സി എം ആവുന്നതിന് തൊട്ട് മുമ്പ് വരെ. അതിന് ശേഷം ഞാൻ അങ്ങോട്ട് വിളിക്കാനോ അങ്ങനെ പോകാറൊന്നുമില്ല. ഞാൻ അങ്ങനെ ചെവിയടിക്കാൻ പോകുന്ന ആ പ്രകൃതം എനിക്കില്ല. ഒരു ഡിഗ്നിഫൈഡ് ആയിട്ട് 2 സ്റ്റെപ്പ് പിന്നിലോട്ട് മാറി നിൽക്കുക എന്നുള്ളത്. കാരണം അദ്ദേഹം അതുവരെയുള്ള ഒരു ആളല്ല. അദ്ദേഹം മുഖ്യമന്ത്രിയല്ലേ. അതേപോലെ എനിക്കും നല്ല അടുപ്പമുണ്ടായിരുന്നു ആ സമയത്ത്. ആണോ? ഞാൻ കേസിട്ട് പോയി കാണാറുണ്ടായിരുന്നു. അത് ശരി. അപ്പോൾ എല്ലാവരുടെയും അനുഭവമാണ്. ആയിക്കോട്ടെ. എന്നിട്ട് അല്ല, അപ്പോൾ ഞാൻ ഒരു 2 സ്റ്റെപ്പ്. കാരണം ശരിക്കും അദ്ദേഹം എനിക്ക് ഓർമ്മയുണ്ട്, സി എം ആവുന്ന സമയത്ത് മൊബൈലിൽ ഞാൻ വിളിക്കുന്നത് സംസാരിക്കുന്നത് അദ്ദേഹം വിളിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ ചിലരെൻ്റെ അടുത്ത് പറയുന്നത് അങ്ങനെ ഓഫീസേഴ്സ് വേറെ ആരും അങ്ങനെ ഒന്നും വിളിക്കുന്ന അത്ര ആക്സസ് ഉള്ളവരുണ്ടെന്ന് തോന്നുന്നില്ല എന്ന് വരെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ എനിക്കറിയില്ല.